ശ്രീല, അമ്മു സജി. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണം ഇത് സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്ന ഒരു വലിയൊരു ചോദ്യമാണ്. കാരണം കൂടെ സഹപാഠികളായ വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ, ആ പെൺകുട്ടിയെ വളരെയധികം ടോർച്ചർ ചെയ്തു എന്നും അത് സഹിക്കാനാവാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ ആ പെൺകുട്ടി എഴുതി വെച്ചു എന്ന് പറയുന്ന അങ്ങനെ എഴുതി വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് ആ പെൺകുട്ടിയുടെ കൈയക്ഷരമല്ല എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓരോ ആത്മഹത്യയും ശരിക്കും അത് ആത്മഹത്യ ആണോ എന്നാണ് ആദ്യം ഉറപ്പിക്കേണ്ടത്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ മേൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. പക്ഷെ അത് ആത്മഹത്യയാണോ എന്ന് തന്നെ ആദ്യം ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ആ കൈയക്ഷരം വീട്ടുകാർ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക്, അത് അവളുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അന്വേഷണം ഇനി മുന്നോട്ട് ഏത് രീതിയിലേക്ക് പോകും, നമ്മുടെ പെൺകുട്ടികൾ എങ്ങോട്ടാണ്, പ്രണയാഭ്യർത്ഥന നടത്തി അത് നിരസിക്കുമ്പോൾ ആൺകുട്ടികൾ ആസിഡ് വെച്ച് ആക്രമിക്കുന്നതും, പ്രണയം, ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയുണ്ടായിരുന്നല്ലോ, ഒരു സ്ത്രീയെ ഒരാൾ കൊന്ന് കുഴിച്ചുമൂടിയിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു, ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞിട്ട്. അതില് ആ സ്ത്രീക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് സംശയിച്ചിട്ടാണ് അയാൾ അവരെ കൊലപ്പെടുത്തിയത്. പക്ഷെ ഇത് ഈ ചെറിയ പെൺകുട്ടികൾ ഈ കൂട്ടുകാരിയോട് ഇങ്ങനെ വഴക്കടിക്കുകയും അവളുടെ മരണത്തിലേക്ക് അത് നയിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ സമൂഹം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഈ യുവതലമുറ വരെ, ഈ പെൺകുട്ടികൾ പോലും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് ഈ ലോകത്ത് വിശ്വസിക്കാൻ കഴിയുന്നത്? ഇതാ ഈ വിഷയത്തിൽ സത്യത്തിൽ എനിക്ക് ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞാൽ ഇത് വളർത്തുദോഷമാണ്. ഇപ്പൊ ഇത് പറഞ്ഞാൽ നമ്മൾ പറയും, പ്രായമായവർ പറയുന്നതാണ് തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ പറയും. പക്ഷെ പ്രീതയും ഞാനും അടങ്ങുന്ന പഴയ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ വീട്ടില് നമ്മുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കിട്ടിട്ട് നമ്മുടെ വീട്ടിൽ ചെന്നാൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ അച്ഛനും അമ്മയും നമ്മളെ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക? സമാധാനിപ്പിക്കും. ആ പോട്ട് മോനെ, സാരമില്ല, ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കും. അല്ലെങ്കിൽ പറയും ആ പോട്ട് ദൈവം കൊടുത്തോളൂ, അല്ലെ നീ വിട്, അതങ്ങ് വിട്, ആ വിഷയം വിട്. അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അച്ഛനോ ആ കുട്ടിയെ വിളിച്ച് കണ്ടമാനം ഉപദ്രവിക്കുവാണെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കും, എന്താ മോളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെയാണോ കൂട്ടുകാരോട് ചെയ്യേണ്ടത്? അത് അവിടെ തീരുന്ന പ്രശ്നങ്ങളായിരുന്നു. ചെറുപ്പകാലം മുതൽ ഇപ്പോ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നത് 2-3 വിധത്തിലാണ്. ഒന്ന്, ടിവിയുടെ അമിതമായ ഉപയോഗം, ഇന്റർനെറ്റുകളുടെ അഡിക്ഷൻ, ഗെയിമുകളുടെ അഡിക്ഷൻ, ഇതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. കുട്ടികളെ നോക്കാൻ അമ്മമാർക്കും അച്ഛന്മാർക്കും സമയമില്ല. അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഫേസ്ബുക്കിലും ഫോണിലും ഇന്റർനെറ്റിലും മറ്റ് ഇടപാടുകളിലും ഒക്കെ ആയി പോയതോടുകൂടി കുട്ടികളെ നോക്കാനോ കുട്ടികളെ ശ്രദ്ധിക്കാനോ കുട്ടികളെ തന്നെ പരസ്പരം ഒരു സഹവർത്തിത്വത്തിൽ വളർത്താനോ നമ്മൾ ശ്രമിക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം. 1-2 കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികളെ നമ്മുടെ വീടിനകത്ത് തന്നെ നമ്മൾ കീപ്പ് ചെയ്യുകയും മറ്റു കുട്ടികളോട് സഹകരിപ്പിക്കാതെ വളർത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോ സാധാരണഗതിയിൽ ഞാനൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിൽ ഞാൻ പോയി ആരെയെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ, ഞാൻ പോയി എന്റെ ഒരു സുഹൃത്ത് എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ പപ്പ എന്നോട് ആദ്യം ചോദിക്കുന്നത്, എന്തിനാണ് അടിച്ചത്? നീ അവരെ വല്ലതും ചെയ്തോ? ഫസ്റ്റ് ചോദ്യം അവിടെയാണ്. നീ എന്ത് ചെയ്തിട്ടാണ്? വെറുതെ ഇരിക്കുന്ന നിന്നെ അടിക്കില്ലല്ലോ, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അടിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഉള്ള കാര്യം പറയും. അതിൽ നിന്ന് എന്റെ അച്ഛൻ നേരും സത്യവും എന്താണ് എന്നുള്ളത്, അതിലെ കള്ളവും സത്യവും വേർതിരിച്ചെടുത്തുകൊണ്ടാണ് നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നത്. നേരെ മറിച്ച് ഇന്ന് മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത്? മാതാപിതാക്കൾ തന്റെ മക്കളെ ആരെങ്കിലും ഒന്ന് ഞോണ്ടിയാൽ, ആ ശരി നീ നല്ലത് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. നിന്നെ അടിച്ചോ എങ്കിൽ നീ തിരിച്ചു കൊടുത്തിട്ടേ ഇവിടെ കയറാവൂ എന്ന് പറയുന്ന ചില മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടികളിൽ അത് ക്രിമിനൽ വാസന വളർത്തുകയാണ്. നമ്മുടെ കുട്ടികളെ ക്രിമിനൽ വാസന ഇല്ലാതെ വളർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നോക്കൂ, ഒരു പെൺകുട്ടി, 4 പെൺകുട്ടികൾ സുഹൃത്തുക്കളായിരുന്നു, ഇവരും 4 പേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു പെൺകുട്ടി ഇവരുമായി തെറ്റുന്നു. ഈ ലോകത്തുള്ള എല്ലാവരും നമ്മളുമായി സൗഹൃദം വരാനോ ലോകത്തുള്ള എല്ലാവരും നമ്മളുമായി യോജിച്ചു പോകാനോ കഴിയില്ല. നമ്മുടെ ചില സ്വഭാവ സവിശേഷതകൾ അവർക്കും അവരുടെ ചില സ്വഭാവ സവിശേഷതകൾ നമുക്കും ചിലപ്പോൾ ഇഷ്ടമാവില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇഷ്ടമില്ലാത്തവരെ നമ്മുടെ സർക്കംസ്റ്റൻസസിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറിച്ച് ഇഷ്ടമില്ലാത്തവരെ കൊന്നുകളയാൻ, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കാൻ, അങ്ങനെ ഏത് തരത്തിലാണ് എന്താണ് ഈ കുട്ടികളുടെ മനസ്സിലുള്ളത്? അതുപോലെ തന്നെ സീരിയൽ അടക്കമുള്ളവ കാണുന്ന കുട്ടികളുണ്ട്. പലപ്പോഴും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആകുന്ന എല്ലാവരും, ഇപ്പൊ ഞാനൊക്കെ കണ്ട എനിക്ക് ഇങ്ങനെയും ക്രിമിനലിസം ചെയ്യാമോ എന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും ഒരു സിനിമയോ സീരിയലോ ഒക്കെ ക്രിമിനലിസം കണ്ട ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. അത്തരത്തിൽ എനിക്കപ്പോ ആ ചെയ്യുന്ന ആളോട് ദേഷ്യം വരും. അതാണ് എന്റെ മാനസികാവസ്ഥ. പക്ഷെ പലപ്പോഴും പല കുട്ടികളും അത്തരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ക്രിമിനൽ വാസനയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സിനിമകളും സീരിയലുകളും ഒക്കെ അവരുടെ വലിയ, നമ്മളല്ലേ ദൃശ്യം മോഡൽ കൊലപാതകം ഒക്കെ നടത്തുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. അല്പം ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള
കാര്യങ്ങൾ, അത് വലിയ രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഹീറോയിക് വർഷിപ്പ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ചില കഥാപാത്രങ്ങളൊക്കെ സിനിമയിലും സീരിയലിലും ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ അപ്പുറം ഈ സിനിമയിൽ നമ്മളൊക്കെ സിനിമയും സീരിയലും ഇത്തരത്തിലുള്ള സാധനങ്ങളും ഒക്കെ കണ്ടു വളരുന്നവരാ. ഇതിലെ ബേസിക് സാധനം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വളർത്തുന്ന രീതിയാണ്. അപ്ബ്രിങ്ങിങ് ആണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും നമ്മളോട് നമ്മുടെ മാതാപിതാക്കൾ, ഇപ്പൊ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല. പണ്ടൊക്കെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ നമുക്ക് ഗുണപാഠ കഥകൾ നമ്മൾ കേൾക്കും, നമുക്ക് എന്നും കഥ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അതിൽ നിന്നൊരു ഗുണപാഠം കൂടി നമുക്ക് പറഞ്ഞു തരും. ഈ ഗുണപാഠ കഥകൾ കേട്ടാണ് നമ്മൾ പലപ്പോഴും വളരുന്നത്. അതിൻ്റെതായ ഗുണമാണ് ഇന്ന് ഞാനും പ്രീതയും ഉൾപ്പെടുന്നവർ ക്രിമിനലുകളല്ലാതെ ജീവിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. നമുക്കുമൊക്കെ ദേഷ്യം വരുന്നുണ്ട്, ചില സൗഹൃദങ്ങൾ നമുക്കും ഇഷ്ടപ്പെടാതാവുന്നുണ്ട്, ചില സൗഹൃദങ്ങൾ നമുക്ക് വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അത് അവിടെ ഉപേക്ഷിച്ച് നമ്മൾ തിരിഞ്ഞു നടന്നു പോവുക എന്നല്ലാതെ അവരെ ഇല്ലാതാക്കണം, ഭൂമിയിൽ അവർ ജീവിക്കാൻ, എന്നോട് തെറ്റിയാൽ അവർ പിന്നെ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല എന്ന് ചിന്തിക്കുന്നവർക്കല്ലേ പ്രശ്നം. അവരവരുടെ വഴിക്ക് അതല്ല പൊക്കോട്ടെ, അവരേതെങ്കിലും രീതിയിൽ ജീവിച്ചോട്ടെ. അതല്ല പക്ഷെ ഇതിൽ കൂടുതൽ നമ്മൾ ഇതിന്റെ വാർത്തകൾ പരിശോധിച്ചാൽ ഇത് 4-5 പണവുമായി റിപ്പോർട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതോ ഒരു പണവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട്. ആ പണവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂകളൊക്കെ ആവാം ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട മുമ്പോട്ട് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്ത് തന്നെ ഇഷ്യൂ അല്ലെ, 85,000 രൂപ 83,000 രൂപ എന്തോ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഒക്കെ അത് നമുക്ക് ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പൊ അത്തരം ഇഷ്യൂസും ഇതിന്റെ പിറകിലുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ കോളേജുകൾക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഈ സാമ്പത്തികമുള്ളവന്റെയും, നമ്മളിപ്പോ പറയും ജാതിയും മതവും ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും, അവർക്ക് സാമ്പത്തികമുള്ളവർക്കും ഉന്നത കുലജാതർക്കും ഒക്കെ ചില ഗുണങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കോളേജുകളിൽ പലപ്പോഴും കിട്ടാറുണ്ട്. ഇത്തരത്തിലുള്ള ചില ഗുണങ്ങളും സാഹചര്യങ്ങളും അവർക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മെഡിക്കൽ നെഗ്ലിജൻസ് അടക്കം ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന അടക്കം, ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയ ശേഷം അവർ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയില്ല, തിരുവനന്തപുരത്തേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നു. അപ്പോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ട്രിപ്പ് പോലും ആ കുട്ടി കിട്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഇതൊരു പനിയായി പോയാൽ പോലും, ഒരു തല കറങ്ങി പോയാൽ പോലും ആശുപത്രിയിൽ ആദ്യം ചെയ്യുന്നത് നമുക്ക് ട്രിപ്പ് ഇടുകയാണ്. അപ്പൊ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു എന്ന് പറയുന്നു. അതിന്റെ കൈക്കും കാലിനും ഒന്നും തന്നെ ശരീരത്തിൽ ഒരു ഫ്രാക്ചറും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ വീട്ടുകാർക്ക് കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ അത് സംബന്ധിച്ചുള്ള ചിത്രങ്ങളും അടക്കം എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നിവൃത്തിയില്ലാതെയാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇവരുടെ മുകളിൽ ചുമത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ. ഇതിന്റെയൊക്കെ ആദ്യഘട്ടം മുതൽ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ്, ഇതിൽ കൊലപാതകമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന മരണങ്ങൾ നടക്കുമ്പോൾ അതിൽ കൃത്യമായ അന്വേഷണം നടത്തണം. ഇപ്പോൾ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം നമ്മൾ കണ്ടതാണ് നവീൻ ബാബുവിന്റെ വിഷയത്തിൽ. കൊലപാതകമാണോ എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു വിഷയത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കും 3 പെൺകുട്ടികളാണ് പ്രതിസ്ഥാനത്തുള്ളത്. ആ പെൺകുട്ടികളെ കസ്റ്റഡിയിലെടുത്ത വളരെ നാടകീയമായാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം പോലും തരാതെ, ഇപ്പോൾ പേര് വരുന്നുണ്ട്, മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം പോലും തരാതെ ആ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇതുവരെ നമുക്ക് ഒരു ചിത്രം ആ പെൺകുട്ടികളുടേതായി കാണാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവർക്ക് വളരെ കൃത്യമായി തന്നെ ഇതിന്റെ പിന്തുണ പോലീസിന്റെയും നിയമ സംവിധാനങ്ങളുടെയും ഒക്കെ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. അത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, കോളേജ് അധികൃതർ അടക്കമുള്ളവർ, ഈ മാതാപിതാക്കൾ ഇത്രയും വലിയ പ്രശ്നവുമായി രംഗത്ത് വന്നതുകൊണ്ട് മാത്രവും യുവജന സംഘടനകൾ തെരുവിലിറങ്ങിയതുകൊണ്ടുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയെങ്കിലും നീക്കുപോക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ 3 പെൺകുട്ടികളുടെ പേര് എടുത്തു പറയുന്നുണ്ട്. അപ്പോഴും ഈ പെൺകുട്ടികളെ ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ കൊണ്ടിരുന്നു, ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുന്നു. ഇതുവരെ ഒരു ചിത്രം പോലും അവരുടെ പൊതുരംഗത്തേക്ക് വന്നിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് കിട്ടുന്ന പരിലാളനം എങ്ങനെയാണെന്ന്. സാധാരണ സ്ത്രീ കുറ്റവാളികളെ അങ്ങനെ മുഖം കാണിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ക്രിമിനലുകളെ എന്താണ് നീ കാണിക്കാത്തത്? ഞാൻ പറയുന്നത് മറ്റുള്ള ഇപ്പൊ പീഡന കേസിൽ പെടുന്നവരറിയാതെ പീഡന കേസിൽ പെട്ടു പോകുന്ന പെൺകുട്ടികളോ അത്തരത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ നിങ്ങൾ മറച്ചു വെച്ചോളൂ. പക്ഷെ ഈ ക്രിമിനൽ കേസുകളിൽ, അതായത് കൊലപാതകം, കള്ളനോട്ടടി, അല്ലെങ്കിൽ മയക്കുമരുന്നുമായി വരും, ഇത്തരത്തിലുള്ളവരെ സമൂഹം കാണേണ്ടതുണ്ട്, ഇതാരാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയും ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ മറ്റു കുട്ടികൾ പെടാതിരിക്കുക. നമുക്കറിയില്ല, ചില ക്രിമിനലുകളെ ചിലപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും ആണോ എന്ന് നമുക്ക് അറിയാത്ത രീതിയിലുള്ള ക്രിമിനലുകൾ ഭൂമിയിലുണ്ട്. നമ്മൾ പോലും അറിയാതെ അത്തരം ക്രിമിനലുകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്ന സാഹചര്യം പോലും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ക്രിമിനലുകളെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുക തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും ഈ കേസിലും ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേസിലും എന്തെങ്കിലുമൊക്കെ സ്വാധീനത്തിന്റെ പിന്നിൽ ഈ ദിവ്യ രക്ഷപ്പെട്ട പോലെ അത്തരത്തിലുള്ള രക്ഷപ്പെടിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പെൺകുട്ടി മരണപ്പെട്ടതാണ്, അതിന്റെ ആത്മഹത്യാ പ്രേരണ മാത്രമാണുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിൽ നടത്തുന്നത്. ഇത് കൊലപാതകമാണോ എന്ന് കൃത്യമായി തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. കൊലപാതകമാണെങ്കിൽ അതിനുള്ള നടപടികൾ കേരളത്തിലെ പോലീസ് സ്വീകരിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തണം. ഈ പെൺകുട്ടികളെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് തന്നെ പോലീസിന് ഏകദേശ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും. പക്ഷെ എങ്കിൽ പോലും വളരെ കൃത്യമായി അവർക്ക് അഭിഭാഷകന്റെ സഹായം തേടാനോ അല്ലെങ്കിൽ എങ്ങനെ മാർക്ക് മാറ്റി പറയണമെന്നോ ഒരുമിച്ച് ഇത് ആലോചിച്ച് തീരുമാനിക്കാനോ ഒക്കെ ഉള്ള സമയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എത്രത്തോളം
മുമ്പോട്ട് പോകും ഈ കേസ് നമുക്ക് അറിയാൻ കഴിയില്ല. ഏതായാലും ഈ കേസിന്റെ സത്യവും തെളിയട്ടെ. സിദ്ധാർത്ഥിന്റെ കൊലപാതകം പോലെ നമുക്കറിയാം സിദ്ധാർത്ഥിനെ എങ്ങനെയാണ് കൊലപാതകം നടത്തിയെന്ന് അറിയാം. അതേപോലെ തന്നെ ഒരു കൊലപാതകം റാഗിംഗ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. റാഗിങ്ങും ഇതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുട്ടിയെ ഇല്ലാതാക്കിയവർക്ക് കാലം മാപ്പ് നൽകില്ല. അതിൽ യാതൊരു സംശയവുമില്ല. എത്രയൊക്കെ നിയമത്തിന്റെ വഴിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും കാലം കാത്തുവെക്കുന്ന ചില കാവ്യനീതികളുണ്ട്. അത് അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇവിടെ കേരളത്തിലെ പോലീസ് കാണിക്കുന്ന അലംഭാവം ഹോസ്റ്റലുകളിൽ നടക്കുന്ന, അടുത്ത കാലത്തെ ഹോസ്റ്റലുകളിൽ നടക്കുന്ന, പണ്ടുമുണ്ട് ഹോസ്റ്റലുകളിൽ, പക്ഷെ റാങ്കിംഗ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പണ്ടും ഹോസ്റ്റലുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പല സ്ഥലത്തുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ആരോടെങ്കിലും തെറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം ഇല്ലാതാകുന്നതല്ല ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ കുട്ടിയും ക്യാമ്പസിലെത്താൻ. അതിന് ഏറ്റവും പരമപ്രധാനമാകേണ്ടത് കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന ശിക്ഷണമാണ് അതിന് കാരണമാകേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ വലിയ ചർച്ച നടക്കേണ്ടത് ഈ മക്കളെ വളർത്തുന്ന രീതിയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ കുട്ടികളെ വളർത്തുന്ന രീതിയെ സംബന്ധിച്ച് അവരിൽ ഒന്നും രണ്ടും കുട്ടികൾ, ഒരു കുട്ടിയൊക്കെ ഉള്ളിടത്ത് ചില പിള്ളേർ ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം അവര് വേറെ ആരെയും കണ്ടു വളരുന്നതൊന്നും അല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് അഡ്രസ് ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം. എന്നാൽ ഒറ്റ കുട്ടികളോട് നല്ല കുട്ടികളുമുണ്ട്. അത് മാതാപിതാക്കളുടെ വളർത്തു രീതി അനുസരിച്ചാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അവനവന്റെ മക്കളെ ക്രിമിനലുകളാക്കി കളയാതിരിക്കാനുള്ള ബോധം മാതാപിതാക്കൾക്ക് ഉണ്ടായാൽ 100% ശരിയായി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ.